എന്നൂര്. അധ്യായം 4. പൊക്ക, നമ്മുടെ കുഞ്ഞ് ആണാവുമോ പെണ്ണാവുമോ? മണ്ടി. മലദൈവം നമുക്ക് എന്നതാ തരുന്നത് അത് തന്നെ. അത് പെണ്ണായാലും ആണായാലും ഒക്കെ നമ്മുടെ കുട്ടികളല്ലേ. എനിക്ക് ഒരാൺകിടാവിനെ വേണം പൊക്ക. പൊക്കനെ പോലെ അവനെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. നെഞ്ചിൻ്റെ ചൂടേറ്റ് കിടക്കുമ്പോൾ അവന് വായി നിറയെ അമ്മിഞ്ഞ നിറയണം. അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പുഴയിലൂടെ ഒഴുകി വരുന്ന ഫലങ്ങളും എത്തിപ്പിടിച്ചു പറിക്കാവുന്ന സാധനങ്ങളും കഴിച്ചുകൊണ്ടാണ് അവരുടെ യാത്ര. 16. രാവിലെ തന്നെ കടുവാട്ടിയും എല്ലാവരും എത്തിയിരുന്നു. കടുവ എന്ന ഒരു കാട്ടുകള്ളനെ പിടിക്കാൻ രൂപീകരിച്ച ഒരു ടീമാണ് കടുവ ടീം. 6 അംഗങ്ങളുള്ള ഒരു ഉഗ്രൻ നവിയുടെ സംഘം. എല്ലാവരും മാവോയിസ്റ്റ് സംഘത്തിനെ പിടിക്കാനുള്ള ഉഷാറിലായിരുന്നു. ബാലാജി, ഫൈസല്, വിബിയന്, അലൻ, അശ്വതി, നവി എന്നിവരായിരുന്നു ടീമിൽ. എന്താണ് സാറേ, പതിവില്ലാതെ ഒരു ഇൻട്രോയും ഇല്ലാതെ ഇങ്ങനെയൊരു തുടക്കം? അശ്വതിയുടെ ചോദ്യം ശരിക്കും നവിയെ കുഴച്ചിരുന്നു. എല്ലാവരോടും കൂടി പറയാം, എൻ്റെ നിഗമനം വെച്ചാണ് ഇപ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നത്. പൊക്കൻ, കമല എന്ന 2 ആദിവാസികളെക്കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കുന്നത്. മുകളിലുള്ളവർ മാവോയിസ്റ്റുകൾ എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവർ അങ്ങനെയാണെന്ന്. നമ്മുടെ വിവരങ്ങളും നിഗമനങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കണം. ഇതിൽ എന്തോ അസ്വാഭാവികതയുണ്ട്. മാവോയിസ്റ്റ് അറ്റാക്കിന് മുൻപ് ഏതെങ്കിലും രചനകൾ, ലഘുലേഖകളോ അങ്ങനെ എന്തെങ്കിലും കോളനികളിൽ കൊണ്ടിടാറുണ്ട്. ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല. സാർ, അപ്പോൾ സാറ് പറയുന്നത് അവർ നിരപരാധിയാണെന്നാണോ? ഒരുപക്ഷെ ആയിരിക്കാം. നമ്മൾ എന്തായാലും കാട്ടിലേക്ക് പുറപ്പെടുകയാണ്. കയ്യിൽ നല്ല ആയുധങ്ങൾ കരുതണം. ആവശ്യത്തിന് ഭക്ഷണം വേണം. വന്യമൃഗങ്ങളും ഈ പറഞ്ഞ മാവോയിസ്റ്റുകളും ഒക്കെ ഉണ്ടാവും. സാർ, അപ്പോൾ എപ്പോഴാണ് നമ്മൾ പുറപ്പെടുന്നത്? ഇപ്പോൾ തന്നെ. ഒന്നും ആലോചിക്കാനില്ല. നവീൻ കൂട്ടരും കാട്ടിലേക്ക് കടന്നു. ഭീകര അന്തരീക്ഷം തോന്നിപ്പിക്കുന്ന മഴക്കാടുകളെ പോലെ ഇടതിങ്ങി നിൽക്കുന്ന വനം. നനുത്ത മഴ പെയ്തു തീർത്ത പോലെയുള്ള കാലാവസ്ഥ. നിലത്തൂടെ ഇഴഞ്ഞു പോകുന്ന കരിനാഗങ്ങൾ. മഴങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചീവീടുകൾ. ആവി പറക്കുന്ന ആനപ്പിണ്ടം. കാലിൽ ഷോക്സ് പോലെ വെളുത്ത രോമങ്ങളിലുള്ള കാട്ടുപോത്തുകൾ. നിശബ്ദയായി ഒഴുകുന്ന കബനി നദി. സാറേ, ഈ കാട്ടിൽ നമ്മൾ എങ്ങനെ അവരെ കണ്ടുപിടിക്കും? ഒരു വശത്ത് വന്യമൃഗങ്ങളും മറുവശത്ത് ആയുധധാരികളായ മാവോയിസ്റ്റുകളും. വിബിയൻ്റെ ശബ്ദം ഇടറി തുടങ്ങി. വിബിയ, തൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? സാറേ, 1 മാസം. അതാണ് ഈ വെപ്രാളവും പേടിയും. ഞാൻ എൻ്റെ കുഞ്ഞിനെ പിരിഞ്ഞു നിൽക്കുക എന്നത് ഇപ്പോൾ തീരെ സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ശരി, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ്. നമ്മളെ കോളനിയിൽ കണ്ടില്ലേ, ബൂട്ടുകൾ നെഞ്ചത്ത് പതിച്ച് ചോര ചൊപ്പുന്ന ആദിവാസികൾ. ഭാര്യയെ കൺമുന്നിലിട്ട് കാമപ്പേക്കുത്തിന് ഇരയാക്കിയ ഓഫീസർമാരെ ഒന്നും ചെയ്യാനാവാതെ മക്കളുടെ കണ്ണ് പൊത്തിപ്പിടിച്ച ഭർത്താക്കന്മാരായ ആദിവാസികൾ. ഇനി എന്താടോ അവരുടെ ജീവിതം? പോലീസ് എന്ന് പറയുമ്പോൾ അവർക്ക് പേടിയാണ്. എല്ലാ പോലീസും അങ്ങനെയല്ല എന്നവർക്ക് കാണിച്ചു കൊടുക്കണം. നമ്മൾ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം. അതിന് മാത്രമാണ് നമ്മൾ ഈ ത്യാഗമൊക്കെ സഹിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയാം, നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും ആർക്കെങ്കിലും ഇപ്പോൾ പോകണമെങ്കിൽ പോകാം. ആരും ഒന്നും മിണ്ടിയില്ല. വീണ്ടും എല്ലാവരും യാത്ര തോന്നുന്നു. എനിക്ക് നിങ്ങളോടൊരു കഥ പറയാനുണ്ട്. എന്താണ് സർ? പറയൂ, ഞങ്ങൾക്ക് കേൾക്കണം. കർണാടകയിൽ നിന്നും ഒരു പയ്യൻ ഞങ്ങളുടെ കൂടെ പട്ടാളത്തിൽ വന്നു. കാശ്മീരിലെ തണുപ്പിൽ ആകെ ഒരു ആശ്വാസം ഇവൻ്റെ കഥകൾ മാത്രമാണ്. ഇവൻ്റെ നാട് കർണാടകം എന്നാണ് പറഞ്ഞത് എങ്കിലും നന്നായിട്ട് മലയാളം സംസാരിക്കുന്ന ഒരു പയ്യൻ. ഒരു പാവം. 25 കൂടുതൽ പ്രായം വരില്ല അവന്. ഭയങ്കര സ്നേഹമാണ് അവനെ. പക്ഷേ വീടിനെക്കുറിച്ചോ വീട്ടുകാരെക്കുറിച്ചോ ചോദിച്ചാൽ അവൻ പെട്ടെന്ന് സൈലൻ്റ് ആവും. എന്നിട്ട് സാർ, നവി പെട്ടെന്ന് സൈലൻ്റായി ചുണ്ടത്ത് വിരൽ വെച്ച് മിണ്ടല്ലേ എന്ന് ആംഗ്യം കാണിച്ചു. എല്ലാവരും പെട്ടെന്ന് നിലത്ത് കിടന്നു ഇഴഞ്ഞു നീങ്ങി. കുറച്ചപ്പുറത്തായി കുറച്ച് ചെറുപ്പക്കാർ ചാരായം പറ്റുകയാണ്. പെട്ടെന്ന് നവിയും കൂട്ടരും അവർക്കു നേരെ പാഞ്ഞെടുത്തു. പേടിച്ചടഞ്ഞ അവർ പുഴയിലേക്ക് ചാടി നീന്തിയും ഓടിയും രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. ഒരു കലത്തിൽ നിന്നും ട്യൂബ് വഴി നൂലുപോലെ കുപ്പികളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചാരായം. തീക്കൂനയിൽ മുളയിൽ കോർത്ത മാനിറച്ചിയുടെ സ്വാദ നിറയ്ക്കുന്ന ഒരു വല്ലാത്ത രുചിയും. കുറച്ചപ്പുറത്ത് മാന്യമായി നട്ടുവളർത്തുന്ന കഞ്ചാവ് ചെടികൾ. കലത്തിൽ നിന്നും കുപ്പികളിലേക്ക് ഒഴുകി നിറഞ്ഞ ചാരായം ഗാരി ഒന്നെടുത്ത് മണപ്പിച്ചു. എൻ്റെ പൊന്നു സാറേ, കിട്ടുവാണ് കേട്ടോ, എൻ്റെ ദൈവമേ. നവി ഒന്ന് ചിരിച്ചു. 4 നാടൻ തോക്കുകൾ ഉണ്ടായിരുന്നു അവിടെ. അതിൽ നിന്ന് ഒന്നെടുത്ത് അസീസ് കാഞ്ചി വലിച്ചു. വാശ കലക്കിയ ഡ്രമ്മ് പൊട്ടിത്തെറിച്ചു. എന്താണ് അസീസ്, നമ്മുടെ സർവീസ് തോക്കിനേക്കാൾ ഗംഭീരമാണല്ലോ. ചുട്ടറച്ചി അവർ കൂടിയിരുന്ന് പങ്കുവെച്ച് കഴിച്ചു. സാറേ, എന്നിട്ട് ആ പയ്യൻ എന്തായി? അശ്വതിക്കായിരുന്നു കഥ കേൾക്കാൻ ഏറെ മോഹം. എന്നിട്ട് ചുട്ട മാനിറച്ചി പതിയെ വായിലാക്കി നവി അതൊന്ന് ആസ്വദിച്ചു.
എല്ലാവരും ചേർന്ന് വാറ്റുപകരണങ്ങൾ തല്ലി പൊട്ടിച്ചു നശിപ്പിച്ചു. തോക്കുകൾ എടുത്തു, വേവിച്ച മാംസം എടുത്ത് യാത്ര തന്നു. അശ്വതി, നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത്? സാറേ, ആ പയ്യൻ്റെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞാൽ സൈലൻ്റ് ആവും. അവിടെയാണ് നിർത്തിയത്. അതെ, അവൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരിക്കൽ ഒരു രാത്രിയിൽ, മഞ്ഞ് വീണ രാത്രിയിൽ, ഭയങ്കര തണുപ്പ്. നമ്മൾ പുതച്ചിരുന്ന കമ്പിളി ഒന്ന് പോരാന്ന് തോന്നിയിരുന്നത് പോലെ. കിട്ടിയ കോട്ടയിൽ 2 ബെങ്ക് അടിച്ചിട്ടും ഒരു രക്ഷയില്ല. അപ്പോഴാണ് പാകിസ്ഥാനിൽ നിന്നും നമ്മുടെ ബങ്കറിന് നേരെ ഒരു വെടിവെക്കുന്നത്. ഒരു പ്രകോപനവും ഇല്ലാതെ ചുമ്മാ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. നവി ഒന്ന് പറഞ്ഞു നിർത്തി എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. എല്ലാവരും ആകാംക്ഷയോടെ നവിയെ നോക്കി. നവി ശരിക്കും ഒരു അനൂപ് മേനോനെ പോലെയാണ്. ഒരു കട്ടപ്പിരികവും വലിയ മുഖവും പിന്നെ ആ വെളുത്ത മുഖവും. എല്ലാവരുടെയും മുഖത്ത് ഇനി എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷ തളം കെട്ടി നിന്നു. സാറേ, നിങ്ങൾ ബാക്കി പറയേ, ഇങ്ങനെ മുൾമുനയിൽ നിർത്താതെ. വിപിൻ്റെ ആകാംക്ഷ പുറത്തേക്ക് വന്നു. ഒരു റൗണ്ട് ഫയറിങ്ങിന് ശേഷം ഞാനും അവനും ചെയ്തെങ്കിലും നിരാശയായിരുന്നു ഫലം. പക്ഷേ രണ്ടാമത്തെ ഫയറിൽ അവൻ അവൻ്റെ നാട്ടിലെ കുറച്ച് ആളുകളുടെ പേര് പറഞ്ഞു ഫയറിങ് തുടങ്ങി. അവൻ്റെ പല്ലുകൾ ഞെരിഞ്ഞ് അവരുന്ന ശബ്ദം എനിക്ക് നന്നായി കേൾക്കാമായിരുന്നു. ഓരോ റൗണ്ടിലും പാകിസ്ഥാൻ ബങ്കറുകൾ വലിയ നഷ്ടം തന്നെ സംഭവിച്ചു. ഒടുവിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. അന്ന് ഞാൻ അവനെ ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് നോക്കിയത്. അവൻ്റെ നാടുമായി അവന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു വൈകുന്നേരം ഞാൻ അവനുമായി ഇരുന്നു. വലിയ പാറക്കൂട്ടം കയറി ഇറങ്ങി വേണം ഇനി അപ്പുറത്തേക്കെത്താൻ. എല്ലാവരും പുൽത്തകടിയിലിരുന്നു. കയ്യിൽ കരുതിയ വെള്ളം കുടിച്ചും ഭക്ഷണം കഴിച്ചും കുറച്ച് റെസ്റ്റ് എടുത്തു. എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. കാലുകളിൽ നിറയെ അട്ട സമ്മാനിച്ച പാടുകൾ, ചോര ചാലിട്ട് ഒഴുകിയ ചുവന്ന നേർത്ത വരകൾ. സിഗരറ്റ് ലൈറ്റർ കൊണ്ട് ഒട്ടിപ്പിടിച്ചിരുന്നവയെ പൊള്ളിച്ചപ്പോൾ തനിയെ ഇറ്റ് വീണു. വലിഞ്ഞു കയറിയും പരസ്പരം സഹായിച്ചും എല്ലാവരും പാറയ്ക്ക് മുകളിൽ കയറിപ്പറ്റി. സാറേ, എന്നിട്ട് അവൻ എന്തു പറഞ്ഞു? ഗാരിയാണ് വീണ്ടും തുറക്കമിട്ടത്. അവൻ കർണാടകയല്ലേ? ശരിക്കും വയനാടാണ്. കർണാടക തമിഴ്നാട് അതിർത്തിക്ക് അടുത്തുള്ള തിരുനെല്ലി പഞ്ചായത്തിലെ പുഞ്ചവയൽ എന്ന സ്ഥലത്തായിരുന്നു അവൻ്റെ ഊര്. അവൻ്റെ ഊരിൽ കുറേ കുഞ്ഞുങ്ങൾ വളർന്നിരുന്നു. തന്തയില്ലാത്ത കുട്ടികൾ എന്ന് പുറം നാട്ടുകാർ അവർ വിളിച്ചപ്പോൾ അവർക്ക് തിരിച്ചു പറയാൻ ഒരു ഉത്തരവും ഉണ്ടായിരുന്നില്ല. കാരണം ചൂണ്ടിക്കാണിക്കാൻ അവർക്കൊരു അച്ഛനുണ്ടെന്ന് അവരുടെ അമ്മമാർക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. സർ, അതെങ്ങനെയാണ്? അശ്വതിയുടെ ആകാംക്ഷ നിറഞ്ഞ ചോദ്യം വീണ്ടും. ഇവനും അങ്ങനെയാണ്. തന്തയില്ലാത്തവൻ എന്ന് ക്ലാസ്സിലെ കുട്ടികളും മറ്റും വിളിക്കുമ്പോൾ നെഞ്ചിനുള്ളിലെ തീ ഒന്നുകൂടി ആളിക്കത്തി. പക്ഷേ ഒരു തവണ പോലും കണ്ണു നിറഞ്ഞില്ല. സ്കൂളിൽ കോളനിയിൽ നിന്ന് വരുന്ന കുട്ടികൾ വേറെ ബെഞ്ചും ഡെസ്കുമായി കളിയാക്കൽ സഹിക്കാൻ കഴിയാതെ പലരും സ്കൂൾ നിർത്തി. തന്തയില്ലാത്തവൻ എന്ന വിളി സഹിക്കട്ടപ്പോൾ അമ്മയെ സമീപിച്ചു. ആരാണ് അമ്മേ എൻ്റെ അച്ഛൻ എന്ന ചോദ്യത്തിന് ആ പാവത്തിന് കണ്ണു നിറച്ച് എന്നെ നോക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അമ്മയെ കെട്ടിപ്പിടിച്ച് കവിളത്തൊരു ഉമ്മ കൊടുത്തപ്പോഴും അവൻ്റെ അമ്മ അവൻ്റെ ചോദ്യത്തിൽ നിന്നും മുക്തമാവാത്ത പോലെ അങ്ങനെ നിന്നു. അധ്യായം 15. ഒക്ക, എനിക്ക് തീരെ സഹിക്കാനാവുന്നില്ല. പേടിയാവുന്നുണ്ട്. നമ്മൾ എത്ര നാളുകളായി ഈ ചെങ്ങാടത്തിലിങ്ങനെ തുഴയുന്നു. മഴക്കാലം കൂടുതൽ ശക്തമായി നമുക്ക് നാട്ടിലെത്താൻ കഴിയുമോ? പെണ്ണേ, നമുക്കറിയില്ല നമ്മ ഊര്. നമ്മ നോക്കണം. ഇപ്പോൾ ഏതോ അടുത്ത മാതിരി തിരിത്. പൊക്ക, നോക്ക്, ഈ വീർത്ത് വരുന്ന വയറിനുള്ളിൽ നമ്മുടെ കുഞ്ഞ്. അവൻ അവളുടെ വീർത്ത വയറിനോട് മുഖം അമർത്തി. അച്ഛാ, പാവായ്, അച്ഛനും അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ. അവൾ അവനെ ചേർത്ത് പിടിച്ചു. നമ്മൾ നാട്ടിലെത്തും പെണ്ണെ. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. കാട്ടിലകളും കാട്ടുപഴങ്ങളും അങ്ങനെ ഒരു ജീവിതം. പക്ഷേ പ്രസവത്തിന് മുമ്പ് ഗ്രാമത്തിലെത്താൻ വലിയൊരു മോഹം. അധ്യായം 16. ബാലൻ മാഷെ, ആ പിള്ളേരെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല മാഷെ. എടാ ഭീമ, നരികളും പുലിയും വാഴുന്ന കാട്ടിൽ അവർ എത്ര ദൂരം പോകും? അവരെ തിന്നു തീർന്നിട്ടുണ്ടാവും. മാഷേ, പുതിയ ഓഫീസർ ഒരു തലതിരിവാണല്ലോ. ആവട്ടടോ, ഇന്ന് രാവിലെ വീട്ടിൽ വന്നിരുന്നു. ഒരു സാധാരണ വരുത്തല്ല. ഇതിലെന്തോ ഒരു സംശയം എനിക്കുണ്ട്. ചെമ്മീൻ തുള്ളിയാൽ മുട്ടോളം, പിന്നെയും തുള്ളിയ ചട്ടിയിൽ നിന്നല്ലേ. അതുകൊണ്ട് അധികം കളിക്കാൻ വന്നാലേ വല്ല കാസർഗോഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓണം കയറാൻ മൂലയിലോ അവന് പോകേണ്ടി വരും. അധ്യായം 17. അവൻ്റെ അമ്മ ആ തരിപ്പിൽ നിന്നും മോചിതയാവാതെ അങ്ങനെ രാത്രിയിൽ നിന്നു. രാത്രിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ മുഖത്തും സങ്കടം നിലച്ചിരുന്നു. മോനെ, നീ ചോദിച്ചില്ലേ നിന്റെ അച്ഛൻ ആരാണെന്ന്? നിനക്ക് ഒരച്ഛനുണ്ട്. അത് പക്ഷേ അവൻ വലിയ ഉത്കണ്ഠയോടെ അമ്മയെ നോക്കി. ഇവിടുത്തെ ആദിവാസി വകുപ്പ് മന്ത്രി വാസവസ്വാമിയാണ്. അമ്മേ, ഒരു കഥ കൂടിയുണ്ട് മോനെ. ഞാനും അച്ഛനും കൂടി കല്യാണം കഴിയുന്നതിന് മുമ്പ് ഇഞ്ചിപ്പണിക്കായി കുടകിൽ പോയി അവിടുന്ന് കുറച്ച് പൈസ ഉണ്ടാക്കി വന്നിട്ട് കല്യാണം. പക്ഷേ അവിടെ ചെന്നത് മുതൽ ആകെ പ്രയാസം നിറഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു.
പലപ്പോഴും അന്നത്തെ സ്ഥലജമ്മിയായ മന്ത്രിയുടെ കയ്യിൽ നിന്ന് ഞാൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. ഒരു ദിവസം രാത്രി തോട്ടത്തിലിറങ്ങി ആനയെ ഓടിക്കുവാൻ അച്ഛനെ വിളിച്ചുകൊണ്ടുപോയി. ദൂരെ ഏറുമാടത്തിൽ അച്ഛനിരുന്നു. ചെറിയ പന്തങ്ങളുടെ വെളിച്ചത്തിൽ ജമ്മി കുടിലിൽ എത്തി. എതിർക്കാൻ എനിക്കാവുമായിരുന്നില്ല. ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളും മോഹങ്ങളും അവിടെ അയാളുടെ കൈകളിൽ ഞെരിഞ്ഞ് ഞരങ്ങലിലൂടെ തീർന്നു. ദൂരെ ഏറുമാടത്തിൽ നിന്നും പന്തത്തിൻ്റെ വെട്ടം കണ്ട് കുടിയിലേക്ക് ഓടിയെത്തിയ അച്ഛനെ അവർ 3-4 പേര് വെറുക്കുന്നു. ഏതോ എവിടെയോ മറവു ചെയ്തു. കാട്ടുതോക്കുകൊണ്ട് അച്ഛൻ്റെ തലയിൽ അടിച്ചപ്പോൾ തലയോട്ടി ചിതറി രക്തം ചിതറിയ ശബ്ദവും എനിക്കിപ്പോഴും മറക്കാനാവില്ല. പിന്നീട് ഞാൻ ഒരു യന്ത്രത്തിനെ പോലെയായിരുന്നു. ഒരുപാട് രാവുകൾ പലരും പലപ്പോഴായും കയറിയിറങ്ങിപ്പോയി. പെൺകുട്ടി 16 വയസ്സായ മുതൽ ഉടമയുടെ അടിമയായ പെണ്ണ്. എടുക്കണം മോനെ, തല തന്നെ അവരുടെയൊക്കെ. ഒടുവിൽ ഞാൻ അറിഞ്ഞു നീ എൻ്റെ വയറ്റിലുണ്ടെന്ന്. പിന്നീട് നിനക്ക് വേണ്ടിയായിരുന്നു ജീവിതം. ഇഷ്ടമില്ലാത്ത പലർക്കു മുൻപിലും നിൽക്കേണ്ടി വന്നപ്പോഴും ഒരു കുളിയിൽ തീരുന്ന അശുദ്ധിയായി മാത്രമേ ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. ഛർദ്ദിച്ച അവശയായ ഞാൻ പലപ്പോഴും അവരുടെ മർദ്ദനം ഏൽക്കേണ്ടി വന്നു. ഒടുവിൽ ഒരു കർക്കിടക രാത്രിയിൽ നീ ഒരു കരച്ചിലോടെ പുറത്തേക്ക് വന്നു. അമ്മയുടെ പ്രതീക്ഷ, ലോകം എല്ലാം നീയാണ്. അവൻ്റെ മനസ്സിൽ പ്രതികാരമാണ്. ഒരു നാട്ടിലെ കുട്ടികളെ മുഴുവൻ തന്തയില്ലാത്തവൻ എന്ന് വിളിപ്പിച്ചവർക്കെതിരെയുള്ള ദേഷ്യം. പക്ഷേ ആ അമ്മയ്ക്ക് മകനെക്കുറിച്ചുള്ള ആകുലതകൾ ഏറെയുണ്ടായിരുന്നു. അവനെ ട്രൈബൽ ഹോസ്റ്റലിലേക്ക് മാറ്റി അവിടെ നിന്നും അവനെ പഠിപ്പിച്ചു തുടങ്ങി. ഒരു നാൾ അവൻ്റെ അമ്മയെ കാണാതെയായി. എവിടെയോ ആണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയാതെ ആരോരും ഇല്ലാതെ അവൻ ഊരിൽ തനിയെ എന്ന പോലെ ഒറ്റപ്പെട്ടുപോയി. കുറച്ചു ദിവസങ്ങൾക്കപ്പുറം ചോനൻ ഉറുമ്പിനാൽ പൊതിഞ്ഞ ഉറുമ്പുകൾ തിന്നു തീർത്ത അസ്ഥികൂടം മാത്രമുള്ള അവൻ്റെ അമ്മയെ കണ്ടുകിട്ടി. കുറച്ചു നാളത്തെ ഏകാന്തതയ്ക്ക് ശേഷം അവനെ തിരക്കി ഹോസ്റ്റൽ വാർഡൻ എത്തി. അയാൾ അവനെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി പഠിപ്പിച്ചു. ഒരവധിക്കാലത്ത് കുട്ടികൾ അവരുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ പോകുമ്പോൾ കണ്ണു നിറഞ്ഞ അവൻ ആ ഹോസ്റ്റൽ ബെഡിലിരിക്കും. പിന്നെ തനിച്ചാണ് അവധിക്കാലം കഴിയും വരെ. വാർഡന്റെ നിർദ്ദേശപ്രകാരമാണ് പട്ടാളത്തിൽ കൊടുക്കുന്നത്. പക്ഷേ പക തീർക്കേണ്ട ശത്രുക്കളെ മുഴുവൻ നാട്ടിൽ തീർക്കാൻ വിട്ടിട്ട് ഇവിടെ ഇങ്ങനെ. അന്ന് അവനെ നവി ചേർത്ത് പിടിച്ചു. പക്ഷേ പിന്നീട് ഒരു അറ്റാക്കിൽ അവൻ മരണപ്പെട്ടു. അവനോട് അന്ന് കൊടുത്ത വാക്കാണ് തൻ്റെ ഊരിൽ നിന്നും ഇനി ഒരു പെൺകുട്ടിയും അപമാനിക്കപ്പെടില്ല. സമാനമായ കേസ് അവൻ്റെ ഊരിൽ ഞാനും നിങ്ങളും ഇപ്പോൾ വന്നത് അവൻ്റെ ഊരിൽ നിന്നാണ്. സർ, നമ്മളിപ്പോൾ എന്താണ് ചെയ്യുക? മാവോയിസ്റ്റുകളാണ് അവർ ഇപ്പോൾ. അശ്വതിയുടെ സംശയം. അശ്വതിക്ക് ഉറപ്പുണ്ടോ അവർ മാവോയിസ്റ്റുകളാണെന്ന്? ഒരു തോക്ക് പോലും പിടിച്ചു ശീലമില്ലാത്ത പൊക്കനും കമലയും. പിന്നെ കമലയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടും രണ്ടാളും അവിടെ നിന്നും രക്ഷപ്പെട്ടതാണെങ്കിൽ അവർ മാവോയിസ്റ്റ് ആവുമോ? സർ, ഈ കാട്ടിൽ ഇപ്പോൾ എത്ര മാസമായി അവർ ഇങ്ങനെ? വിവേൻ്റെ ആകാംക്ഷ. അവർ കാടിൻ്റെ മക്കളാണ്, കാടിനെ സ്നേഹിക്കുന്നവരാണ്. അധ്യായം 18. പൊക്കനും കമലയും യാത്ര ചെയ്തിരുന്ന ചങ്ങാടം പെട്ടെന്ന് വേഗത കൂടി. ഒരു ചുഴിയിൽപ്പെട്ട പോലെ കമല പൊക്കനെ കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചുഴിയിൽപ്പെട്ടതല്ല പെണ്ണെ, ചങ്ങാടം വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ് പെണ്ണെ. പൊക്കൻ അലറി വിളിച്ച ശബ്ദം പുറത്തു കേൾക്കാതെ അതികഠിനമായി വെള്ളം പതിക്കുന്ന ശബ്ദം ഉയർന്നു കിട്ടു. ചങ്ങാടം വെള്ളത്തിൽ നിന്നും കറങ്ങി വെള്ളച്ചാട്ടത്തിലേക്ക് നീങ്ങി. കമല പെണ്ണെ. അവൻ അവളെയും കൊണ്ട് വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ചങ്ങാടം വെള്ളത്തിലൂടെ കുതിച്ചു പാഞ്ഞു. കുത്തിയൊലിച്ചു വരുന്ന തണുത്തുറഞ്ഞ മഴവെള്ളം. എത്ര നീന്തിയിട്ടും മറുകര എത്താൻ കഴിയാത്ത പോലെ കമലയുടെ കൈകാലുകൾ പതിയെ തളർന്നു തുടങ്ങി. പൊക്ക. അവളുടെ ശബ്ദം തൊണ്ടയിൽ നിന്നും ഉയർന്നില്ല. പൊക്കൻ നിലയില്ലാ കയത്തിൽ മുങ്ങിത്താഴും പോലെയായിരുന്നു. പൊക്കൻ്റെ കയ്യിൽ നിന്നും കമലത്തിൻ്റെ കൈ വിട്ടുപോയി. അവളെയും കൊണ്ട് വെള്ളം മുന്നോട്ട് പോകുന്നത് അവൻ തരിച്ചു നോക്കി നിന്നു. ഒന്നും നോക്കാതെ അവൻ വെള്ളത്തിലൂടെ ഊളിയിട്ട് അവൾക്കരികിലേക്ക് നീന്തി. അവളെ അവന് കൊടുക്കില്ല എന്ന വാശിയിൽ പുഴയും. കമലയുടെ കൈകാലുകൾ മരവിച്ചു. പതിയെ പുഴയുടെ അടിത്തട്ടിലേക്ക് താണുപോയി. പൊക്കൻ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു, മലദൈവങ്ങളെ. ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. അടുത്ത അധ്യായത്തിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.